മുസാഫിറാകേണം, ഒരു വഴി മാത്രമാകേണം, ആ വഴി അനുരാഗ ചുമടേന്തി അലഞ്ഞാത്മസുഖം തേടി യാത്ര പോകേണം. 2020 ഡിസംബർ 19 രാവിലെ ഞങ്ങൾ താരാഗഡ് മല ലക്ഷ്യമാക്കി റൂമിൽ നിന്നിറങ്ങി. നടന്നു പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ദർഗയുടെ പ്രധാന കവാടത്തിൻ്റെ വലതുവശത്തു കൂടിയുള്ള റോഡിലൂടെയാണ് നടന്നു പോകാനുള്ള വഴി. നടന്നു പോവുകയാണെങ്കിൽ ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട്. റോഡ് മാർഗം വാഹനത്തിലാണെങ്കിൽ 13 കിലോമീറ്റർ വരും. താരാഗഡ്, സർവാർ, സാമ്പാർ തുടങ്ങിയ സ്ഥലത്തേക്ക് ഇവിടെ നിന്നും ടാക്സികൾ സർവീസ് നടത്തുന്നു. നിരനിരയായി നിർത്തിയിട്ട ടാക്സികൾ കാണാം. ഞങ്ങൾ നടത്തം തുടർന്നു. ഗില്ലികളിലൂടെയുള്ള യാത്ര വ്യത്യസ്ത ജീവിതങ്ങളുടെ നേർക്കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റം വെട്ടിക്കാൻ പാടുപെടുന്നവരുടെ നേർചിത്രങ്ങളായിരുന്നു പലതും. നിരനിരയായി കിടക്കുന്ന പീഡിക മുറികൾക്കിടയിലൂടെ ഞങ്ങളുടെ യാത്ര പ്രൗഢമാകുന്നു. നടത്തം തുടങ്ങിയിട്ടേയുള്ളൂ. കാഴ്ചയുടെ വിസ്മയ ലോകമായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ. മുന്നോട്ട് നോക്കിയാൽ കയറാനുള്ള മലയുടെ ചില ഭാഗങ്ങൾ കാണുന്നുണ്ട്. പച്ചപ്പിനാൽ നിൽക്കുന്ന ആ ഭംഗി പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന ആ കാഴ്ച നേരിട്ടു തന്നെ കാണണം. വഴിയിൽ ഒരു ദർഗയിൽ കയറി ഞങ്ങൾ ദുആ ചെയ്ത് വീണ്ടും നടത്തം തുടർന്നു. ദാഹമകറ്റാനുള്ള വിഭവങ്ങൾ വഴിയിലേറെയുണ്ട്. തണുപ്പ് കാലമായതിനാൽ ദാഹം ഒരു പ്രശ്നമായില്ല. വഴിയിൽ ഒരുപാട് കടകൾ. ഇവിടേക്കുള്ള സാധനങ്ങളെല്ലാം ചുമന്നല്ലാതെ ഇങ്ങോട്ടെത്തില്ല. കഴുതകളെയാണ് സാധനങ്ങളെല്ലാം ചുമന്നു കൊണ്ടുവരാൻ ആശ്രയിക്കുന്നത്. കരിങ്കല്ലുകൾ കയറിയാണ് യാത്ര. ഈ പാതയിലൂടെ ഞങ്ങൾ നടക്കാൻ പ്രയാസപ്പെടുമ്പോൾ കടകളിലേക്ക് സാധനങ്ങൾ ചുമന്നുകൊണ്ടുള്ള ആ കഴുതകളുടെ വരവ് എത്ര പ്രയാസമുണ്ടാകും എന്നോർത്തുപോയി. തമാശകൾ പറഞ്ഞും ചരിത്രങ്ങളായി ഉറക്കിയും ചിത്രങ്ങൾ പകർത്തിയും ഇടയ്ക്കിരുന്ന് ആശ്വാസം കൊണ്ടും ഞങ്ങൾ മുന്നോട്ട് ഗമിച്ചു. ഇനിയും ഒരുപാട് കയറാനുണ്ട്. വ്യത്യസ്ത കാഴ്ചകളുടെ വലിയ ലോകം തന്നെയാണ് ആ കുന്നിൻ ചെരുവ്. കാഴ്ചകളെ കൊണ്ട് സമ്പുഷ്ടമായ ആ ചെരുവിലൂടെ തണുപ്പത്ത് സഞ്ചരിക്കുമ്പോൾ ക്ഷീണമൊക്കെ എങ്ങോ പോയി മറയും. വളരെ ഉയരമുള്ള കുന്നിലൂടെയാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ നിരവധി മലകൾ. പച്ചവിരിച്ചു നിൽക്കുന്ന ആ കുന്നുകൾ നേരിട്ട് കാണാൻ എന്ത് രസം! അല്ലെങ്കിലും പച്ചപ്പ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ചന്തമാണല്ലോ. അനവധി ഔലിയാക്കന്മാർ പല കാലങ്ങളിലായി ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടിയ ഇടങ്ങളാണവകൾ. എത്ര മഹത്വം നിറഞ്ഞ സ്ഥലങ്ങൾ! താരാഗഡിലേക്ക് നടന്നു കയറണം.
മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു വലിയ കല്ല് ശ്രദ്ധിച്ചത്. ക്രൂരനായ രാജാവ് ഉരുട്ടിവിട്ട കല്ല്. ഒരു കുതിരയാണ് ആ കല്ല് തടുത്തത്. കുതിരയുടെ കാൽമടമ്പും ആ കല്ലിൽ പതിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നാണെങ്കിൽ വരട്ടെ, ശത്രുപക്ഷത്ത് നിന്നാണെങ്കിൽ നിൽക്കട്ടെ. കല്ല് ഉരുണ്ടു വന്നപ്പോൾ മഹാൻ പറഞ്ഞ വാക്കുകളാണിത്. നിസ്കരിച്ചു കൊണ്ടിരിക്കെ ശത്രുക്കൾ വലിയ ഒരു പാറക്കല്ല് മലമുകളിൽ നിന്ന് മഹാനെ ലക്ഷ്യം വെച്ച് ഉരുട്ടിയതാണ്. ഉടനെ ആനയേക്കാൾ വലുപ്പമുള്ള ആ കല്ല് ഒരു വിരൽ കൊണ്ട് തടുത്തു നിർത്തിയ പോലെ നിന്നു. ആ കല്ല് ഇന്നും അതേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. കുതിരയുടെ കാൽമുട്ട് കൊണ്ട് തടുത്ത അടയാളം ഇപ്പോഴും ആ കല്ലിന്മേൽ നിലനിൽക്കുന്നുണ്ട്. താരാഗഡിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മീറാൻ ഹുസൈൻ ഷഹീദ് റളിയല്ലാഹു അൻഹു ആണ് ആ മഹാൻ. नमाज के टाइम में गिराया था जादूगर राज्यपाल, उंगली से रुकाया था, बोगा इसको चाबू के घुटना तोड़ा, चप्पल पीछे छोड़ो, उंगली का निशान है, चूम लो, बोबा का उंगली है, चाबू के घुटना तोड़ेगा, 2 उंगली चूम लो. കാഴ്ചകൾ കണ്ടും കഥകൾ പറഞ്ഞും താരാഗഡ് മലയിലേക്കുള്ള യാത്ര അവസാന നിമിഷത്തിലേക്ക്. ലക്ഷ്യസ്ഥാനം എത്താറായിരിക്കുന്നു. ഒരു അത്ഭുത കുന്നാണ് താരാഗഡ്. ഇത്രയും കയറിയപ്പോൾ തന്നെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കിയാണ്. കുന്നിൻ്റെ മുകളിലേക്ക് ചുവടുവെക്കുന്ന സ്ഥലത്ത് സന്ദർശകരെ ആകർഷിപ്പിക്കും വിധം ഒട്ടകത്തെയും കുതിരയെയും ഒക്കെ ഭംഗിയായി ഒരുക്കി വച്ചിട്ടുണ്ട്. അവകളുടെ മുകളിലിരുന്ന് ഫോട്ടോയെടുക്കാം. ഉടനെ തന്നെ പ്രിൻറ്റും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരും. ചലിക്കുന്ന സ്റ്റുഡിയോ എന്ന് പറയാം. കുന്നുകയറ്റത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിന്നും പിറകോട്ട് നോക്കിയപ്പോൾ അതിശയിപ്പിക്കും വിധം രാജസ്ഥാൻ ഭൂമി കാണുന്നു. വിശാലമായ പച്ചപ്പിനിടയിൽ പരന്നു കിടക്കുന്ന അനാസാഗർ തടാകം കണ്ണിന് കുളിരേകുന്ന കാഴ്ചയാണ്. സമയം ഉച്ചയോടടുക്കുന്നു. വെയിൽ ചൂടുണ്ടെങ്കിലും അകം കുളിരാണ്. പുരാതന ജനവാസ കേന്ദ്രമായ താരാഗഡിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രം അതേ താരാഗഡ്. അജ്മീർ രൂപപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമിക ചലനങ്ങൾക്ക് തുടക്കം കുറിച്ച മണ്ണ്. അവിടേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത്. മലയുടെ മുകളിലെത്തിയപ്പോൾ നിരനിരയായി കടകൾ കാണാം. 2.5 മണിക്കൂർ നേരത്തെ നടത്തത്തിനൊടുവിൽ ഞങ്ങൾ ദർഗയുടെ സമീപത്തെത്താനായി. അജ്മീർ ചെമ്പിനെ ഓർമ്മിപ്പിക്കും വിധം സാദൃശ്യമുള്ള ചെമ്പ് താരാഗഡിലുമുണ്ട്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഗോളിയോർ രാജാക്കന്മാർ സമ്മാനിച്ച അമ്പൻ ചെമ്പുകൾ. സന്ദർശകരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കവാടം മലയുടെ ഉച്ചിയിൽ തല ഉയർത്തി നിൽക്കുന്നു. അക്ബർ ചക്രവർത്തി പണി കഴിപ്പിച്ച ആ കവാടം കാണാനെന്തൊരു ഭംഗിയാണ്. നിരവധി ശുഹദാക്കളുടെ മക്ബറകളുള്ള താരാഗഡിൽ പ്രസിദ്ധവും പ്രമുഖരുമാണ് ഹസ്രത്ത് മീറാൻ ഹുസൈൻ ഷഹീദ് റളിയല്ലാഹു അൻഹു. അവരെ കേന്ദ്രീകരിച്ചാണ് താരാഗഡിൻ്റെ ചരിത്രം നിലനിൽക്കുന്നത്. മഷ്ഹദ് എന്ന പ്രദേശത്ത് നിന്ന് വന്ന മഹാൻ അധിക നേരവും കുതിരപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. ഷിഹാബുദ്ദീൻ ഗോറിയുടെ സൈന്യത്തോടൊപ്പമാണ് സയ്യിദ് ഹുസൈൻ ഷഹീദ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. മഹാനവറുകളും ഹാജാത്തങ്ങളും ആ നാടിൻ്റെ എല്ലാമായി നിലകൊണ്ടു. പാവങ്ങൾക്ക് അത്താണിയായി, അനേകായിരങ്ങളുടെ ഇസ്ലാമിലേക്കുള്ള വെളിച്ചമായി. ശത്രുക്കളും സയ്യിദ് ഷഹീദ് റളിയല്ലാഹു അൻഹുവും ഏറ്റുമുട്ടിയ ധീരമായ ചരിത്രം തന്നെ ഈ മണ്ണിന് പറയാനുണ്ട്. അവസാന യുദ്ധത്തിൽ റജബ് 18 മഹാനവർകൾ ഷഹീദായി. ധീരനായ ആ കുതിരയും പൊരുതി മരിച്ചു. കൊടുമ്പിരി കൊണ്ട ആ യുദ്ധത്തിൽ കൂട്ടക്കുരുതി തന്നെ നടന്നു. കൂടുതൽ പേർ ഷഹീദായി. റജബ് 16 മുതൽ 18 വരെയാണ് താരാഗഡിലെ ഉറൂസ്. താരാഗഡിലെ പ്രധാന മക്ബറയുടെ താഴ്ഭാഗത്ത് ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യാപിതാവ് ഹസ്രത്ത് വജീഹുദ്ദീൻ മഷ്ഹദി റളിയല്ലാഹു അൻഹു ആണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. താരാഗഡിൻ്റെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ഖാജ റോഷൻ അലിയുടെ മക്ബറയും അവിടെയുണ്ട്.
താരാഗഡ് മലയുടെ ഉച്ചിയിലാണിപ്പോൾ. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ശുഹദാക്കളുടെ ചാരത്തെത്തി ദുആ ചെയ്തപ്പോൾ മനസ്സിലൊരു സന്തോഷം. ദീർഘമേറിയ യാത്ര സഫലമായതുപോലെ നാഥൻ സ്വീകരിക്കട്ടെ. പച്ചപ്പിനാൽ ഇടം പിടിച്ച പ്രകൃതിയുടെ മനോഹാരിത വിളിച്ചോതുന്ന ആ മഹാകുന്നിൽ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങാനൊരുങ്ങുകയാണ്. 3 വഴികളുണ്ട് മലയിറങ്ങാൻ. 1 മല കയറിയ പാത, 2 റോഡ് മാർഗം വാഹനത്തിലൂടെ, 3 തട്ടുകളാൽ ക്രമീകരിക്കപ്പെട്ട മറ്റൊരു പാത. 2ാമത്തെ പാതയിലൂടെ, അതായത് റോഡ് മാർഗം വാഹനത്തിൽ തിരിച്ചിറങ്ങാൻ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. താരാഗഡിലെ തകർന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് ഗമിച്ചു. പൃഥ്വിരാജ് ചൗഹാൻ്റെ സുശക്തമായ കോട്ടയായിരുന്നത്. ഈ മലമുകളിൽ മസ്ജിദുകളും ഗേറ്റുകളും പാർപ്പിടങ്ങളും ഉണ്ടാക്കി സജീവമാക്കിയത് ഡൽഹി സുൽത്താൻമാരായിരുന്നു. കൂടാതെ കിണറുകളും കുഴിച്ചു. ഡൽഹി സുൽത്താൻമാരുടെ സംഭാവനകൾ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരം ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളും സുന്ദര നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ അജ്മീർ നഗരം കാണും. അജ്മീർ നഗരത്തെ കണ്ടും ആസ്വദിച്ചുമായിരുന്നു മടക്കയാത്ര. അജ്മീർ നഗരിയുടെ ആകാശ കാഴ്ച കണ്ടാസ്വദിച്ച് ഞങ്ങൾ അജ്മീറിനെ ലക്ഷ്യമാക്കി നീങ്ങി. നഗരം വർണ്ണാഭമായി നിൽക്കുന്ന കാഴ്ച. ആ കാഴ്ച കാണുന്ന ഏതൊരാളും കുറച്ചുനേരം അവയെ നോക്കി നിൽക്കും. ഇരുപത് മിനിറ്റ് ചുരത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അജ്മീർ നഗരിയിലെത്തി. ദർഗയിലേക്ക് 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഞങ്ങൾ ടാക്സിയിൽ നിന്നിറങ്ങി. ശേഷം ഇലക്ട്രിക് ഓട്ടോയിൽ ഞങ്ങൾ ദർഗയുടെ സമീപത്തേക്ക് പുറപ്പെട്ടു. അനാസാഗർ, സർവാർ, ഡായ്ദിൻക, ചോപ്ര എന്നിവിടങ്ങളിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.